കാസർഗോഡിൽ കനത്ത മഴ തുടരുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. നമ്മളോടൊപ്പം സിജു കണ്ണൻ കൂടി ചേരുകയാണ്. സിജു, ഗുഡ് മോർണിംഗ്. നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കാസർഗോഡ് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണെന്ന് രാജീവൻ പറയുന്നുണ്ട്. 2 മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു എന്നാണ് അവർ. സിജുവിന് എന്താണ് പറയാനുള്ളത്? മഴയാണോ? മഴയല്ലെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് അവിടുത്തെ സാഹചര്യം? സിന്ദൂരി, ഇന്ന് രാവിലെ ആ മഴ അല്പം മാറി നിന്നിട്ടുണ്ട്. ഇടവിട്ട മഴയാണ് ഇപ്പോൾ കാസർഗോഡ് പെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയെല്ലാം ഈ പ്രേക്ഷകർ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ മഴയായിരുന്നു കാസർഗോഡ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് മഴ കനത്തത്. അതിതീവ്രമായ മഴ എന്ന നിലയിൽ തന്നെ പറയാം. അത്രയും ശക്തമായ മഴയായിരുന്നു മലയോര മേഖലയിലും മറ്റ് തീരദേശ മേഖലകളിലുമെല്ലാം തന്നെ പെയ്തത്. ഈ സാഹചര്യത്തിലാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. ശക്തമായ മഴയെ തുടർന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് കലക്ടർ അർജുൻ പാണ്ഡ്യൻ അവധിയെ പ്രഖ്യാപിച്ചത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗൻവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ തുടങ്ങി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയത്ത് തന്നെ സർവകലാശാലാ പരീക്ഷകൾ, പൊതുപരീക്ഷകൾ, നേരത്തെ തീരുമാനിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ മഴയാണ് കാസർഗോഡ് എല്ലാ മേഖലകളിലും പെയ്യുന്നത്. ഇപ്പോൾ രാവിലെ അല്പസമയം ആ മഴ മാറി നിന്നതാണ്. വീണ്ടും മഴ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ വെയിലായിരുന്നു. മഴക്കാലം എന്ന് തോന്നാത്ത തരത്തിൽ വെയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് മഴ എത്തിയത്. ഇന്നലെ ആ മഴ തീവ്രമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ, മഴവെള്ളപ്പാച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നതും അവിടെ നിന്ന് ഫോട്ടോ ഉൾപ്പെടെ എടുക്കുന്നതും ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഇത്തരം മേഖലകളിലേക്ക് യാത്ര ചെയ്യുക എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും കടലിൽ പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം ഈ സാഹചര്യത്തിൽ നൽകിയിട്ടുണ്ട്. സിന്ദൂരി.